നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. NSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ രാഹുൽ മങ്കൂട്ടത്തിൽ MLA കണ്ടപാടെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ മുഖം കൊടുക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യാതെ മാറിപ്പോകുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം അടക്കം കണ്ടതാണ്. എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം, അതായത് രമേശ് ചെന്നിത്തല രാഹുലിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയതാണോ, നെവർ മൈൻഡ് ആക്കിയതാണോ, മറ്റെന്തെങ്കിലും ആണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു. എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല തന്നെ കണ്ടിട്ട് കാണാതെ പോയി എന്ന വിഷയത്തിൽ പറഞ്ഞത്, അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിക്കുന്നതും സംസാരിക്കാത്തതും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്ന് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ മറുപടി. ഇത് ഇത്രയും വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ടതായി തനിക്ക് തോന്നുന്നില്ല. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ തന്നോട് സംസാരിച്ചിരുന്നു. നിരവധി നേതാക്കന്മാർ തന്നോട് സംസാരിച്ചിരുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാരോട് മാത്രമല്ല മറ്റു പാർട്ടിയിലെ നേതാക്കന്മാരോടും ഇന്നലെ നടന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കണ്ടവരോടെല്ലാം സംസാരിക്കുകയും ചെയ്തു. അതൊരു കൗതുക വാർത്തയായിട്ട് തനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. അതിലെന്താണ് ഇത്ര പുതുമ? ആ നടന്ന സംഭവത്തിൽ നിങ്ങൾ രമേശ് ചെന്നിത്തല എന്നെ കണ്ടിട്ട് മാറിപ്പോകുന്നത് മാത്രമാണ് നിങ്ങൾ കണ്ടത്, അത് മാത്രമാണ് നിങ്ങൾ പുറത്തേക്ക് വിട്ടത്. പക്ഷെ അദ്ദേഹവും ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് അത് മാത്രമേ അവർക്ക് പുതുമയായിട്ടൊരു തോന്നിയത് കൊണ്ട് അവർ അത് അവതരിപ്പിക്കുന്നു. അപ്പോൾ അത് മാത്രമേ മറ്റുള്ളവർ കാണുന്നുള്ളൂ. അതിൽ എന്താണ് ഇത്ര കൗതുകം, എന്താണ് ഇത്ര പുതുമ എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം, പരിചയം ഒക്കെ അത് വർഷങ്ങളായിട്ടുള്ളതാണ്. അവരോട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഉള്ളതെന്നും മാത്രമല്ല ആളുകളോട് സംസാരിക്കുന്നതും പൊതുവിടങ്ങളിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നതുമൊക്കെ പൊതുവായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചെന്നപ്പോൾ തന്നെ പെട്ടെന്ന് മുകളിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ അവിടുത്തെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ മുകളിലേക്ക് വേഗം തന്നെ ചെല്ലൂ എന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞിരുന്നു. അല്ലാതെ നിങ്ങൾക്കതൊരു വാർത്തയാണെങ്കിൽ നിങ്ങളത് കൊടുക്കൂ, ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ഇതിലൊരു കൗതുകമില്ല അല്ലെങ്കിൽ ഒരു വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് രാഹുലിൻ്റെ മറുപടി. പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കുമെന്നത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും ആര് മത്സരിക്കും ആര് മത്സരിക്കില്ല എന്നതൊക്കെ വരുന്ന വഴിക്ക് കാണാമെന്നും ആരൊക്കെ മത്സരിക്കും മത്സരിക്കില്ല എന്ന് പറയാൻ പറ്റുന്ന ആളല്ല താൻ. ഇപ്പോൾ തനിക്ക് പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഉള്ളത്. ഇപ്പോൾ താൻ അതിന് ഒട്ടും അർഹനല്ല. കാരണം താൻ പാർട്ടിയിൽ നിന്ന് പുറത്താണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നേതാക്കന്മാരുണ്ട്. മാത്രമല്ല താനിപ്പോൾ നിയമസഭാ സാമാജികനാണ്. ഇനി നോട്ടിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്, അത് വന്നിട്ടില്ല. ഇനി എത്രയോ കടമ്പകൾ കടക്കേണ്ടതായിരിക്കുന്നു. അതിനുശേഷം പാലക്കാട് ആര് മത്സരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നാളത്തെ കാര്യത്തെക്കുറിച്ച് ഇന്ന് ഉറപ്പ് പറയാൻ പറ്റിയ ആളുകളല്ലല്ലോ നമ്മൾ. അതായത് നാളെ എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. പറയുന്നത് ഏറ്റവും മാത്രമല്ല താൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കരുതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ താക്കീത് നൽകി. അത്തരം കാര്യങ്ങളൊന്നും തന്നോട് ആരും പറഞ്ഞിട്ടില്ല. അതായത് ഈ ഒരു പാലക്കാട് മത്സരിക്കുന്നതിൻ്റെ കാര്യത്തെപ്പറ്റി തന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, താനും ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളൂ, പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കേസിൽ ഉറപ്പായിട്ടും, അതായത് ഇപ്പോൾ നടക്കുന്ന കേസിൽ സത്യം ജയിക്കുമെന്നും മണ്ഡലത്തിൽ തന്നെ താനുണ്ട്, പാലക്കാട് തന്നെ താൻ തുടരുകയാണ്, പാലക്കാട് ജനങ്ങളാണ് തന്നെ വിജയിപ്പിച്ചത്, താൻ പാലക്കാട് തന്നെയുണ്ടെന്നും മറ്റ് താൻ കുടുംബവുമായി ബന്ധപ്പെട്ടൊരു കല്യാണമൊക്കെ പങ്കെടുക്കുകയുണ്ടായി എന്നതടക്കമുള്ള ഒരു പ്രതികരണം രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മന്നംചേരി ആഘോഷത്തിനെത്തിയ രാഹുൽ മങ്കൂട്ടത്തിൽ MLAക്ക് മുഖം കൊടുക്കാതെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കടന്നു പോകുന്ന തരത്തിലുള്ള ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. സംഭവം രാഷ്ട്രീയ തലത്തിൽ ചർച്ചയായി. രമേശ് ചെന്നിത്തല വരുന്നത് കണ്ട് സദസ്സിലുണ്ടായിരുന്ന രാഹുൽ എഴുന്നേറ്റു. പക്ഷേ ചെന്നിത്തല ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. രാഹുലിൻ്റെ ഒപ്പം നിന്നിരുന്ന വ്യക്തി കൈകൊടുക്കാൻ ശ്രമിച്ചു. ഇതും ചെന്നിത്തല അവഗണിച്ചു. ഈ സംഭവത്തിൽ ട്രോളുകൾ, വിവാദങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ, ഒരു വശത്ത് രമേശ് ചെന്നിത്തല ചെയ്തത് മോശമായി പോയി എന്ന ഒരു കമൻറ്റുകൾ, മറുവശത്ത് അദ്ദേഹം ചെയ്ത നല്ല കാര്യമാണ് എന്ന കമൻറ്റുകൾ, അങ്ങനെ ഒരു സമ്മിശ്ര അഭിപ്രായം ഈ സംഭവത്തിന്മേൽ ഉണ്ടായ സാഹചര്യത്തിലാണ് അത്തരത്തിൽ ഈ വാർത്ത വലിയ ചർച്ചയാകുമ്പോഴാണ് അതിന് ഇത്രയും വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇത്രയും ഒരു കൗതുകമുള്ള വാർത്തയല്ല എന്നൊരു പ്രതികരണവുമായി രാഹുൽ മങ്കൂട്ടത്തിൽ എത്തുന്നത്. ബലാത്സംഗ കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം രാഹുൽ മങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ ദിവസം പങ്കെടുത്തതും കൗതുക കാഴ്ചയായി. പെരുന്നയിൽ NSS ആസ്ഥാനത്ത് മന്നൻ ജയന്തി സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം രാഹുലും ഇരുന്നത്. രമേശ് ചെന്നിത്തല, PJ കുര്യൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, MK രാഘവൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇരിക്കുന്ന വരിയിൽ തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിലും ഇരുന്നത്. ഇടയ്ക്ക് സമ്മേളനത്തിനെത്തിയ ചിലർ രാഹുലിനൊപ്പം സെൽഫി എടുത്തു. എന്തായാലും ഈ ഒരു പരിപാടിക്കിടെയാണ് രമേശ് ചെന്നിത്തല അവിടേക്ക് വരുന്നു. രമേശ് ചെന്നിത്തലയെ കണ്ട ഉടനെ തന്നെ രാഹുൽ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. പക്ഷേ ഒരു നോക്ക് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മുഖം മാറ്റി അങ്ങോട്ട് നോക്കാനോ അല്ലെങ്കിൽ അതിനടുത്ത് നിന്ന വ്യക്തി രാഹുൽ മങ്കൂട്ടത്തിന് അടുത്ത് നിന്നൊരു വ്യക്തി രമേശ് ചെന്നിത്തലയ്ക്ക്
കൈ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുപോലും അവഗണിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഇത് രാഹുലിനെ രമേശ് ചെന്നിത്തല പരിഗണിച്ചില്ല അല്ലെങ്കിൽ അവഗണിച്ചു എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് നയിച്ചത് ഇതായിരുന്നു. ഇതിന് ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞതാണ്. അതിനാണ് ഇപ്പോൾ ഒരു വ്യക്തത രാഹുൽ മങ്കുടത്തിൽ നൽകുന്നത്. ഇതൊരു വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരു കൗതുകകരമായിട്ടുള്ള സംഭവമല്ല. ഞങ്ങൾ ഇന്നലെ സംസാരിച്ചില്ല എന്നല്ല, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് രാഹുൽ മങ്കുടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം രാഹുൽ മങ്കുടത്തിൽ കുരുക്ക് മുറുകുകയാണ്. അതായത് ഇന്ന് ആദ്യ പരാതിക്കാരിയുടെ ഭർത്താവ് DGPക്കും മുഖ്യമന്ത്രിക്കും മെയിൽ അയച്ച് പരാതി നൽകിയിരിക്കുകയാണ്. അതായത് ഈ സംഭവ വികാസങ്ങളെല്ലാം ആദ്യ പരാതിക്കാരിയെ ഗർഭിണിയാക്കുന്നു, ഗർഭചിത്രം നടത്തുന്നു, ഇത്തരത്തിൽ വിവാഹിതയായ ഒരു യുവതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ താൻ തകർക്കപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു പരാതിയാണ് DGPക്കും മുഖ്യമന്ത്രിക്കും അതിജീവിതയുടെ മുൻ ഭർത്താവ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. താനും ഭാര്യയും തമ്മിൽ അകൽച്ചയുണ്ടായിരുന്നു, പക്ഷെ അത് മുതലെടുക്കുകയായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ ചെയ്തത് എന്നാണ് ഈ അതിജീവിതയുടെ ഭർത്താവ് പറയുന്നത്. മാത്രമല്ല ഞങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിനാണ് രാഹുൽ വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് തന്നോട് രാഹുൽ സംസാരിച്ചില്ല? മധ്യസ്ഥ ശ്രമം എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും വശം കേൾക്കണമല്ലോ. പക്ഷെ ഇവിടെ രാഹുൽ തന്നോട് സംസാരിക്കുകയോ തന്നോട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല താൻ തകർന്നു പോയി, തന്നെ അറിയാത്തവർ പോലും തനിക്കെതിരെ അനാവശ്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സംഭവം നയിച്ചു. താൻ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണം ഈ യുവതിയുടെ ഭർത്താവ് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും പരാതി അയച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.